കൊച്ചിയിലെ പോർച്ചുഗീസ് കാലഘട്ടം എന്ന് പറയുന്നത് 1500 ആണ്ട് മുതൽ 1663 ആണ്ട് വരെയാണ്. രാജ്യത്തിന് ഉള്ളിലെ കലഹങ്ങളും ബാഹ്യശക്തികൾ തമ്മിലുള്ള മത്സരങ്ങളും ഒക്കെ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. 1500 ഇന്ത്യയുമായി വ്യാപാരം സ്ഥാപിക്കാനായിട്ട് പോർച്ചുഗലിലെ മാനുവൽ ഒന്നാമൻ രാജാവ് പെഡ്രോ അൽവാരിസ് കാബ്രിയലിനെ നിയമിച്ചിരുന്നു. കൊച്ചിയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ആയിരുന്നു ഇനാസിയോ സെർമെന്റോ. കൊച്ചി എന്ന ചെറിയ നാട്ടുരാജ്യത്ത് പല ഉദ്യോഗസ്ഥരും അവരുടെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് അന്നത്തെ രാജാവായിരുന്ന ഉണ്ണിഗോദവർമ്മ ഗാബ്രിയലിന് അനുവാദം നൽകിയിരുന്നു. കൊച്ചി രാജാവും പോർച്ചുഗീസും തമ്മിൽ നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് സാമുദ്രി കൊച്ചിയെ ആക്രമിക്കുന്നത്. ഉണ്ണിഗോദവർമ്മ വൈപ്പിൻ ദ്വീപിലാണ് അഭയം തേടിയത്. പിന്നീട് ഫ്രാൻസിസ്കോ ഡി അൽബുക്കർക്കിൻ്റെയും ഡ്വാർട്ടെ പാച്ചേക്കോയുടെയും സഹായത്തോടെ കൊച്ചി രാജാവ് ആ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇതുപോലത്തെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ